ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാൻ ഒരവസരമാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എത്ര ഒഴിവുകളുണ്ട്, അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, യോഗ്യത, അതുപോലെ ഈ ജോലിക്ക് എത്ര ശമ്പളം കിട്ടും എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റം മാനേജർ പോസ്റ്റിലേക്ക് കേരള PSC മുഖേനയാണ് നിയമനം നടത്തുന്നത്. ഇതിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 14 വരെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഉദ്യോഗാർത്ഥികൾ 1979 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. MCA അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTechൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ബിരുദം നേടിയവരായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷനോടെ പാസ്സായവരായിരിക്കണം. അതായത് PGDCA അല്ലെങ്കിൽ തത്തുല്യം, ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ 8 വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം. അതുമല്ലെങ്കിൽ BTechൽ ഏതെങ്കിലും വിഭാഗത്തിൽ ബിരുദമുള്ളവരായിരിക്കണം. കൂടാതെ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ 10 വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം. ഇതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ MSc ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നിവയിൽ 10 വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം. മേൽപ്പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ജോലിയുടെ ശമ്പളം എത്രയാണെന്ന് നോക്കാം. 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെയാണ് ഈ ഒരു ജോലിയുടെ ശമ്പളം. അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും ഇന്ന് തന്നെ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷകൾ അയക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14 വരെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.